ചിന്നക്കനാൽ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം. നിസ്സാര കാരണങ്ങൾ നിരത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായാണ് പരാതി. കൊളുക്കുമല ഓഫ് റോഡ് ടൂറിസത്തിനെ തകർക്കുവാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നതുമായാണ് ഡ്രൈവർമാർ ആരോപിക്കുന്നത്. ഓരോ 3 മാസങ്ങൾ കൂടുമ്പോഴും ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയാണ് കൊളുക്കുമലയിലേക്ക് സഫാരി നടത്തുന്ന ജീപ്പുകൾക്ക് അനുമതി കൊടുക്കുന്നത്. എന്നാൽ ഈ പരിശോധനകൾ പരിഗണിക്കാതെ നിസ്സാര കാരണങ്ങൾ ചുമത്തി ജീപ്പ് സഫാരിയിൽ നിന്ന് 40-ലധികം വാഹനങ്ങൾ വിലക്കിയതായാണ് പരാതി. പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാതെ സഫാരിക്കുള്ള അനുമതി നിഷേധിക്കുകയാണെന്നാണ് ആരോപണം. അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്തിൽ ഈ നിയമം വരും. എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഓടിക്കാൻ പറ്റില്ല. തിരക്കാകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഓടിക്കാം, ഒരു ചോദ്യം കാണൂല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 1.5 മാസമായിട്ട് ഇവിടെ കുറേ പേര് വീട്ടിലിരിക്കുക, അവർക്ക് വാൽവാധാരം ഇല്ല. കുറേ പേര് അച്ഛനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റിൽ ജനിച്ചു വന്ന മക്കളാണ്. ആർക്കും ഇവിടെ കോടിക്കണക്കിന് സ്വത്തൊന്നും ആർക്കും ഇല്ല. ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ദിവസം കഞ്ഞി കുടിച്ച് പോണത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ 2 വർഷം ഉള്ളവർ ഓടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നിയമമുണ്ട്, നിയമത്തിലുള്ള SOP എഴുതിയിട്ടുണ്ട്. ആ നിയമം നടപ്പിലാക്കി ഞങ്ങൾ എല്ലാവരും ജീവിതമാർഗം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് കാര്യം പറയുന്നു. പിന്നെ വേറെ പുറത്തുനിന്ന് പറയുന്നവർ കേട്ടുണ്ട്. ഒന്ന്, നമുക്ക് മെയിനായിട്ടുള്ള ടൂറിസം ആനേർകൾ ഡാം ബോട്ടിങ് നിർത്തിച്ചു. ഒന്ന്, പിന്നെ ഈ കൊളുക്കുമല നിർത്താൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൊളുക്കുമല നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാൽവാധാരമില്ല. 196 വണ്ടിയുണ്ട്. അതില്ലാതെ മൊത്തത്തിൽ 225 വണ്ടിയുണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി. എല്ലാം ഞങ്ങൾ ആദ്യം പറഞ്ഞു 4ാമത്തെ ജനറേഷനാണ്, 5ാമത്തെ ജനറേഷനാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് കൊളുക്കുമലയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം ഇല്ല. നിർത്താനുള്ള പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല, ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ശക്തമായിട്ട് പോരാട്ടം. അന്ന് ഈ ഡ്രൈവർമാർ മാത്രം കാണില്ല, ഈ 225 കുടുംബം വന്ന് റോഡിലേക്ക് ഇറങ്ങി പോരാട്ടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. അത് നടപ്പിലാക്കാതെ ഇരിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റും ബാക്കി ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. വരും ദിവസങ്ങളിലും വിഷയത്തിൽ പ്രതിഷേധം കനപ്പിക്കുവാനാണ് ഡ്രൈവർമാരുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.